ലാരാവലിന്റെ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാരാവലിന്റെ ബ്ലേഡ് ടെംപ്ലേറ്റ്സും അതുപോലെ തന്നെ ടെംപ്ലേറ്റ് എഞ്ചിനും അതിന്റെ സിന്റാക്സും ഫൈനലി നമ്മൾ സബ്യൂസും ചെക്ക് ചെയ്ത് നോക്കും കേട്ടോ. ഈ ഒരു വീഡിയോന്റെ എൻഡ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് ബ്ലേഡ് ടെംപ്ലേറ്റിംഗ്, അതിന്റെ ബേസിക് ആയിട്ടുള്ള സിന്റാക്സുകൾ, ഡയറക്റ്റീവ്സ്, അതുപോലെ തന്നെ എന്താണ് സബ്യൂസ്, ഡൈനാമിക് ആയിട്ട് റിയൂസബിൾ ആയിട്ട് എങ്ങനെയാണ് ഒരു സബ്യൂ നിങ്ങളുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൊജക്റ്റിൽ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ബ്ലേഡ് ടെംപ്ലേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു നോർമൽ ഫസ്റ്റ് നമ്മൾ റോ PSP സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ബ്ലേഡ് സിന്റാക്സ് ആണ്, അതായത് ഏതെങ്കിലും ഒരു വേരിയബിളിനെ നമ്മുടെ HTML പാർട്ടായിട്ട് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡബിൾ കേർലി ബ്രേസ് സിന്റാക്സിന്റെ അകത്തായിരിക്കും ആ ഒരു വേരിയബിൾ നെയിം കൊടുക്കുകയെന്ന്. അപ്പം ഇതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേ സാധനം തന്നെ ഈ ഒരു പി ടാഗിന്റെ അകത്ത് ഞാൻ റോ PSP കോഡ്, അതായത് നമ്മളൊരു നിങ്ങൾക്ക് റോ PSP മാത്രം അറിയാവുന്നവർക്കാണെങ്കിൽ ഒരു സിന്റാക്സ് ഫെമിലിയർ ആയിരിക്കും. നമ്മളൊരു നോർമൽ .html ഫയലിന്റെ അകത്ത് .PSP ഫയലിന്റെ അകത്ത് ഒരു HTML പോർഷൻ ഉള്ളപ്പോൾ അതിന്റെ അകത്ത് നമ്മൾ PSP വേരിയബിൾസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഈ ഒരു ഫോർമാറ്റിലാണല്ലേ, അതായത് PSP ടാഗിന്റെ അകത്തായിരിക്കും നമുക്ക് ആവശ്യമുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത്. ഇതിന് പകരം ഒന്നും കൂടെ റീഡബിൾ ആയിട്ടുള്ള മെയിൻറ്റൈനബിൾ ആയിട്ടുള്ള സിന്റാക്സ് ആണ് ഒരു ടെംപ്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു PSP ലോജിക്ക് നമ്മുടെ ഒരു ടെംപ്ലേറ്റ്സിൽ ലാരാവലിന്റെ വ്യൂസിൽ ഏറ്റവും ഈസി സീംലെസ്ലി എംബഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ബ്ലേഡ് ടെംപ്ലേറ്റ്സ് പറഞ്ഞാൽ ബേസിക്കലി HTML ഫയൽസ് ആണ്. അതിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ PSP കോഡ് എംബഡ് ചെയ്തിട്ടുണ്ടാവും. അത് മാൻഡേറ്ററി ഒന്നും അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ യൂസർ ഇന്റർഫേസിൽ എന്താണോ കാണുന്നത് അതാണ് വ്യൂ എന്ന് MVCന്റെ ആർക്കിടെക്ചറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പോർഷൻ തന്നെയാണ് ഈ ബ്ലേഡ് ടെംപ്ലേറ്റ്സും. അവിടെ നമുക്ക് റിക്വയർമെന്റിനനുസരിച്ച് നമ്മൾ PSP ലോജിക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഇതിന്റെ കീ പോയിന്റ്സ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്ലേഡ് ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ blade.psp എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എക്സ്റ്റൻഷൻ വേണം. ജസ്റ്റ് home.psp കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങനത്തെ സിന്റാക്സ് എടുത്താൽ നിങ്ങൾക്ക് എറർ അടിക്കില്ല, പക്ഷേ ഒരു പോർഷൻ വർക്ക് ആവില്ല. സോ നിങ്ങൾ ഈ എക്സ്റ്റൻഷൻ .blade.psp യൂസ് ചെയ്യണം. അതുപോലെ തന്നെ എന്താ പറയുക, വ്യൂസിന്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, റിസോഴ്സിന്റെ അകത്ത് വ്യൂസിന്റെ അകത്താണ് നമ്മൾ ഈ ടെംപ്ലേറ്റ്സുകളെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ HTML-നെ PSP ഒരു എലഗൻ വേയിൽ ഒരു HTML-നെ PSP ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവര് ഈ ഫസ്റ്റ് ഫേസിൽ തന്നെ PSP കോഡിനെ അതിന്റെ പെർഫോമൻസ് ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ട് കമ്പൈൽ ചെയ്ത് ക്യാഷ് ചെയ്തിട്ടുണ്ടാവും. അതായത് നെക്സ്റ്റ് ടൈം അത് ഞാൻ എഞ്ചിനെത്തുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതായത് എന്താ പറയാ, ഈ ഒരു പെർഫോമൻസ് ഒപ്റ്റിമൈസേഷന്റെ പാർട്ടായിട്ട് ക്യാഷിങ് ഇവിടെ ഇൻബിൽട്ട് ആയിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസും കോമ്പോണന്റ് സിസ്റ്റം, അത് ഏറ്റവും ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഇവരുടെ. അത് നമുക്ക് അടുത്തടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് പറയുവാണ്, ഇപ്പൊ നിങ്ങൾ റിയാക്ട് ഒക്കെ അറിയുന്നവർക്ക് കോമ്പോണന്റ് ആർക്കിടെക്ചർ അറിയായിരിക്കും. അതേ ഇത് തന്നെ ആ സെയിം വേ അല്ല, ഡിഫറെന്റ് വേയിൽ സെയിം കോൺസെപ്റ്റ് തന്നെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസും ഇൻഹെറിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി എന്താ ടെംപ്ലേറ്റ് എഞ്ചിൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന ബ്ലേഡ് ടെംപ്ലേറ്റ്സുകളിൽ ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് എഴുതിയിരിക്കുന്ന ഈ ഒരു ബ്ലേഡ് ടെംപ്ലേറ്റിനെ പ്രോസസ് ചെയ്തിട്ട് ഒരു എക്സിക്യൂട്ടബിൾ PSP കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. മീൻസ് നോർമൽ PSP കോഡിനല്ലേ PSP സെർവർ യൂസ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എക്സിക്യൂട്ടബിൾ PSP കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഈ ഒരു ബ്ലേഡ് ടെംപ്ലേറ്റ് എഞ്ചിൻ ആണ്. അതായത് ജസ്റ്റ് കണ്ടുപിടിച്ച് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇതൊരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള കമ്പൈലർ ആണ്. ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ടെംപ്ലേറ്റ് എഞ്ചിൻ നമ്മുടെ ഈ ഒരു കോഡിനെ കൺവേർട്ട് ചെയ്യും. എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ ഒരു ബ്ലേഡ് സിന്റാക്സ് ഒരു blade.psp ഫയൽസിൽ എഴുതുന്നു. ലാരാവൽ അതിനെ കമ്പൈൽ ചെയ്ത് PSP ക്യാഷ്ഡ് ഫയൽസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒപ്റ്റിമൈസ്ഡ് ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് റോ PSP കോഡിനേക്കാളും ഇത് ഫാസ്റ്റർ ആയിരിക്കും. കാരണം ഇവിടെ ഒരു ക്യാഷ്ഡ് PSP ഫയൽസിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്പൈൽഡ് PSP ഫയൽ ആയിരിക്കും ഓരോ പ്രാവശ്യം വ്യൂ റെൻഡർ ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ഫാസ്റ്റ് ആവുന്നത്. ഇപ്പൊ ക്യാഷിങ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ റിസൾട്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, HTML-ന്റെ ആയിട്ട് ബ്രൗസറിന് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലേ? അപ്പൊ ക്യാഷ്ഡ് PSP ഫയൽസ് ജനറേറ്റ് ചെയ്യുന്നു. ആ കമ്പൈൽഡ് PSP ആയിരിക്കും എന്ത് ചെയ്യുന്നത്, വ്യൂ റെൻഡർ ചെയ്യുന്ന ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം ബെനിഫിറ്റ്സ് എന്താണ്, നമ്മൾ ഈ പറഞ്ഞ പോലെ ക്ലീൻ ആൻഡ് റീഡബിൾ ആണ് സിന്റാക്സ്. ഇൻ കേസ് എന്തെങ്കിലും മറ്റു അറ്റാക്ക് വന്നാൽ, എസ്പെഷ്യലി XSX ഒക്കെ അറ്റാക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസും കോമ്പോണന്റ് ബേസ്ഡ് ആർക്കിടെക്ചറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പെർഫോമൻസിന്റെ കേസിൽ എക്സലൻസ് ആണ്, കാരണം എന്താണ്, ക്യാഷിംഗ് ഉള്ളത് കൊണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ സിൻടാക്സ് വൈസ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം എന്തെങ്കിലുമൊക്കെ ഡാറ്റയും അതുപോലെ തന്നെ ഡയറക്റ്റീവ്സ് ഒക്കെ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡബിൾ കേർലി ബ്രേസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഡയറക്റ്റീവ്സ് ഞാൻ പറയാൻ കാരണം, ഇപ്പൊ നമ്മൾ എന്താ ചെയ്തേക്കുന്നത്, നമ്മുടെ ഒരു കൺട്രോളറിൽ നിന്ന് വന്നിട്ടുള്ള, നമ്മൾ ഈ കേസിൽ ഈ ഹോം പേജിൽ നമ്മൾ റൗട്ടേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, കൺട്രോളർ ത്രൂ അല്ല കോൾ ചെയ്തേക്കുന്നത്, ഡയറക്റ്റ് ആയിട്ട് റൗട്ടിൽ നിന്നാണ് ഈ വ്യൂവിൽ ഓടി ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണെങ്കിലും കൺട്രോളറിൽ നിന്നാണെങ്കിലും റൗട്ടിൽ നിന്നാണെങ്കിലും ഈ ഒരു വ്യൂവിലേക്ക് വരുന്ന കോളില്ലേ, അപ്പം ഇതിൽ വന്നിരിക്കുന്ന ഡാറ്റനെ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡബിൾ കർലി ബ്രേസാണ് യൂസ് ചെയ്യുന്നത്. പ്രീവിയസ് വീഡിയോയിൽ ബ്ലേഡ് ടെംപ്ലേറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും ഈ സിൻടാക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനു വേണ്ടി മാത്രമല്ല കേട്ടോ, ഇപ്പൊ നമുക്ക് PSP പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ബിൽട്ടിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ് അല്ലേ, അതായത് ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഇത് ലാരാവലിന്റെ ഫംഗ്ഷൻ അല്ല, PSPന്റെ ബിൽട്ടിൻ ഫംഗ്ഷൻ ആണ് കേട്ടോ. ഇയർ, മന്ത്, ഡേറ്റ് ഫോർമാറ്റിൽ എനിക്ക് ഇന്നത്തെ ഡേറ്റ് കിട്ടണം. അപ്പൊ നമ്മൾ ഡേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യും. അതിനെ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡബിൾ കർലി ബ്രേസ് യൂസ് ചെയ്യാം. അതായത് ഏതെങ്കിലുമൊക്കെ ബിൽട്ടിൻ ഫംഗ്ഷൻസിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കർലി ബ്രേസസിൽ നിന്നിട്ട് കോൾ ചെയ്യാം. ഇനി എന്ത് ഡയറക്റ്റീവ് ആണെങ്കിലും ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമന്റ് ഈ കോഡിൽ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചോ. അപ്പം സാധാരണ നമ്മൾ PSPയിലൊക്കെ ആണെങ്കിൽ കമന്റ് ആഡ് ചെയ്യുന്നത് ഈ ഒരു ഫോർമാറ്റ്, സോറി, ഒന്നെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഡബിൾ സ്ലാഷ് യൂസ് ചെയ്തിട്ട് സിംഗിൾ ലൈൻ കമന്റ് ചെയ്യും. ഇതൊരു ബ്ലോക്കിനെ കമന്റ് ചെയ്യുന്നതും ഇതൊരു സിംഗിൾ ലൈനിനെ കമന്റ് ചെയ്തതും അല്ലെ. അതുപോലെ ലാരാവലിൽ നിങ്ങൾക്ക് ഈ ഒരു ടെംപ്ലേറ്റിന്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ചെയ്യണം. അതായത് ഇപ്പൊ നമ്മൾ ഈ ഒരു പോർഷൻ ഓഫ് കോഡ് എന്തിനു വേണ്ടിയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അപ്പൊ അത് ലേറ്റർ ആയിട്ട് വേറെ ഏതെങ്കിലും യൂസറിനോ നമ്മൾ തന്നെ എടുത്തു നോക്കുന്ന സമയത്ത് എന്താ ഡെവലപ്പേഴ്സിന്റെ റെഫറൻസിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ കോഡിൽ കമന്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ ഇതൊരിക്കലും ഇന്റർഫേസിലേക്ക് റെൻഡർ ചെയ്യുന്ന പോർഷൻ അല്ല. ഫീച്ചറിൽ നമ്മുടെ ഇപ്പോൾ സപ്പോസ് ആരെങ്കിലും ഒരു പോർഷൻ ഒരു ടെമ്പററി പർപ്പസിന് വേണ്ടിയിട്ട് കമന്റ് ചെയ്തു, അപ്പൊ കമന്റ് ചെയ്തത് ഇന്ന വർക്കിലാണ്, ഇന്ന റീസൺ കൊണ്ടാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് റെഫർ ചെയ്യുമ്പോൾ ഈസി ആയിരിക്കും. അപ്പൊ കോഡിംഗ് ഒക്കെ അറിയുന്നവർക്ക് കമന്റിന്റെ ഒന്നും എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ബ്രൗസറിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടില്ലേ, ഞാൻ ഇവിടെ യൂസറിനെ ഒന്നും പാസ് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീഫാൾട്ട് കൊടുത്തിരിക്കുന്ന വന്നത്. ഇവിടെ നമ്മൾ അനു എന്ന് പാസ് ചെയ്തപ്പോൾ നെയിം റെൻഡർ ചെയ്തു, ഇന്നത്തെ ഡേറ്റും അതുപോലെ തന്നെ ഒരു റാൻഡം നമ്പർ, റാൻഡ് ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് റാൻഡം നമ്പറും നമുക്ക് എന്ത് ചെയ്തു, ജനറേറ്റ് ചെയ്തു. അപ്പൊ ഇതൊക്കെയാണ് ഡബിൾ കർലി ബ്രേസിന്റെ ഈ ഒരു സിൻടാക്സ്. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേരിയബിൾസിനെയോ ഫംഗ്ഷൻസിനെയോ അതർ ഡയറക്റ്റീവ്സിനെയോ ഒക്കെ എന്ത് ചെയ്യാം, ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു സിൻടാക്സ് യൂസ് ചെയ്തിട്ട് റെൻഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി എന്താ പറയാ, ബ്ലേഡ് ഡയറക്റ്റീവ്സിലേക്ക് വരാം. ഡയറക്റ്റീവ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെംപ്ലേറ്റ്സിൽ ഏറ്റവും കൂടുതൽ, ഇപ്പൊ എൻ്റെ എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡയറക്റ്റീവ്സ് ആയിരിക്കും. അതായത് ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോഗിൻ പേജ് ഉണ്ട്. ആ ലോഗിൻ പേജിൽ അഡ്മിന് ഒരു ഇന്റർഫേസും അതുപോലെ തന്നെ ഇപ്പൊ ചിലപ്പോൾ 2 വ്യൂ ആയിട്ട് ക്രിയേറ്റ് ചെയ്യും കേട്ടോ. ഇൻ കേസ് 2 വ്യൂ അല്ല 2 സെക്ഷൻ ആണെന്ന് വിചാരിച്ചു, നമ്മൾ 2 ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അഡ്മിന് വേണ്ടിയിട്ടും വേറൊരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്, നോർമൽ യൂസറിന് വേണ്ടിയിട്ടുമാണ്. 2 ഡിവ് ഉണ്ടെന്ന് വിചാരിച്ചു ഇതുപോലെ. അപ്പം ഈ എന്തെങ്കിലും ഒരു യൂസറിന്റെ റോള് കൺട്രോളറിൽ നിന്ന് ഈ ഒരു ബ്ലേഡിലേക്ക് വരും. എന്നിട്ട് റോള് അഡ്മിൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു അഡ്മിന്റെ ഈ ഒരു ഡിവിഷൻ ആയിരിക്കും, അതിന്റെ കൺട്രോൾസ് ആയിരിക്കും കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു നോർമൽ യൂസറിന്റെ കൺട്രോൾ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവിടെ എന്താ ആവശ്യമുള്ളത്, നമുക്കവിടെ നമ്മൾ നോർമൽ ജാവാസ്ക്രിപ്റ്റിലും ജാവയിലും PSPയിലും അല്ലാതെ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും യൂസ് ചെയ്യുന്ന ഈഫ് സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യണം അല്ലേ. അപ്പം ആ ഒരു ഡയറക്റ്റീവ് എങ്ങനെയാ യൂസ് ചെയ്യുന്നത്, ഇവിടെയും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഈഫ് സ്റ്റേറ്റ്മെന്റ് തന്നെ യൂസ് ചെയ്യാം. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ യൂസ് ചെയ്ത ഈ ഒരു പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലേഡ് ആണ് കേട്ടോ ടെംപ്ലേറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ടെംപ്ലേറ്റ് നമ്മുടെ യൂസർ കൺട്രോളറിൽ നിന്നിട്ടല്ലേ വിളിച്ചത്. റിമൂവ് ചെയ്യണേ. ഇവിടേക്ക് ഞാൻ ഓൾറെഡി എന്റെ കയ്യിലുള്ള ഒരു അരേനെ പേസ്റ്റ് ചെയ്യുവാണേ.
ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യൂസേഴ്സിന്റെ അറയാണ്. യൂസറിന്റെ അറയിൽ യൂസറിന്റെ നെയിമും ഇമെയിൽ ഐ ഡി ഉണ്ട് യൂസേഴ്സിന്റെ അറയിൽ. പിന്നെ പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഒരു ഈ ഒരു ഇവര് സപ്പോസ് ഇതൊരു ഇ കൊമേഴ്സ് സൈറ്റ് ആണെന്ന് വിചാരിച്ചോ. അപ്പൊ അവരുടെ യൂസേഴ്സ് ഇതൊക്കെയാണ്, അവരുടെ പ്രോഡക്ട്സ് ഇതൊക്കെയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ലോഗിൻ ചെയ്തിരിക്കുന്ന യൂസർ അല്ലേ, ആ യൂസറിന്റെ ഡീറ്റെയിൽസ് ഞാനൊരു അരയിൽ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ യൂസറിന് പകരം ഞാൻ കൺഫ്യൂഷൻ ആകാതിരിക്കാൻ ലോഗിൻ യൂസർ എന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. യൂസർ എന്ന് പറഞ്ഞ് പാസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ യൂസേഴ്സും ഉണ്ട്, പ്രൊഡക്റ്റും കൂടെ പാസ് ചെയ്ത് കൊടുത്തു. അപ്പം നെയിം നമുക്ക് URL നിന്ന് കിട്ടും. പിന്നെ ഈ ഒരു ഇ കൊമേഴ്സ് സൈറ്റിലെ കംപ്ലീറ്റ് യൂസറിന്റെ ലിസ്റ്റ്, പിന്നെ നമ്മുടെ പ്രോഡക്റ്റിന്റെ ലിസ്റ്റ്, പിന്നെ ലോഗിൻ യൂസർ. ശരിക്കും നിങ്ങളുടെ റിയൽ പ്രൊജക്റ്റിൽ ഇങ്ങനെയൊന്നും അല്ലാട്ടോ വരിക. നിങ്ങളുടെ ഒതന്റിക്കേഷന്റെ ഒരു ഡാറ്റാബേസിൽ നിന്ന് അല്ലെങ്കിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന യൂസറിന് നമ്മുടെ ചിലപ്പോൾ സെഷനിലോ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടെ നല്ല നിങ്ങളുടെ കോൺഫിഗറേഷൻ ഒബ്ജക്റ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടെ നിന്നൊക്കെ ആയിരിക്കും റീഡ് ചെയ്യാം. ഞാനിപ്പം നമ്മളിപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പഠിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ ഈ ഫ്രെയിം വർക്ക്. ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രോപ്പർ ആയിട്ടുള്ള ഒതന്റിക്കേഷൻ ഓതറൈസേഷൻ സിസ്റ്റം ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ ലോഗിൻ യൂസറിന്റെ ഡീറ്റെയിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് നമ്മുടെ യൂസേഴ്സിന്റെ ഈ ഒരു സൈറ്റിന്റെ യൂസേഴ്സിന്റെ ഡീറ്റെയിൽസ്, പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ്, ലോഗിൻ യൂസറിന്റെ ഡീറ്റെയിൽസും നമ്മൾ ഈ പറഞ്ഞ പ്രൊഫൈൽ പേജിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഫസ്റ്റ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഞാൻ യൂസറിന്റെ റോൾ യൂസ് ചെയ്തിട്ട് എന്താ പറയാ റോളിനെ ബേസ് ചെയ്തിട്ടൊരു ഇഫ് കണ്ടീഷൻസ് സെറ്റ് ചെയ്യുവാണ്. അപ്പം ഫസ്റ്റ് ഞാൻ ഈ പറഞ്ഞ ഇവിടുന്ന് പാസ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചർ എന്താണ്? അരയാണ്. ഇനി ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റിന്റെ സിന്റാക്സ് യൂസ് ചെയ്യണം. നമ്മളിപ്പോ പാസ് ചെയ്തിരിക്കുന്നത് അരയാണ്. സോ നമ്മൾ അരേന്റെ സിന്റാക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇഫ് എങ്ങനെ യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ @if ഓഫ് ഇഫ് കണ്ടീഷന് മുന്നേ നമ്മൾ ഈ ഒരു ഡയറക്റ്റീവ് ബ്ലേഡ് ഡയറക്റ്റീവ് യൂസ് ചെയ്യും. ഇതിന്റെ അകത്താണ് നമ്മൾ ലോഗിൻ യൂസർ എന്നല്ലേ നമ്മുടെ വേരിയബിൾ നെയിം, അതിന്റെ അകത്ത് നമ്മൾ പാസ് ചെയ്തിരിക്കുന്ന റോള് ചെക്ക് ചെയ്യുക. അരേ സിന്റാക്സ് ആണ്, അവിടെ അഡ്മിൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. റോൾ എന്ന് പറയുന്നത് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ റോളിൽ നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ റോള് അഡ്മിൻ ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു പാരഗ്രാഫ് ടാഗ് ക്രിയേറ്റ് ചെയ്യുവാണ്. വെൽക്കം അഡ്മിൻ എന്ന് പറഞ്ഞിട്ടൊരു പാരഗ്രാഫ് ടാഗ് യൂസ് ചെയ്യുവാണ്. ഇനി ഇൻ കേസ് അഡ്മിൻ അല്ല എന്ന് വിചാരിച്ചു, അപ്പൊ എന്ത് ചെയ്യണം? എനിക്ക് എൽസ് സ്റ്റേറ്റ്മെന്റ്, എൽസും എൽസീഫും സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഫസ്റ്റ് നമുക്ക് എൽസീഫ് കൊടുക്കാം. എൽസീഫ് ഈ ഒരു ലോഗിൻ യൂസറിന്റെ ഈ രണ്ട് ടൈപ്പ് യൂസേഴ്സ് വരാമല്ലോ. എൻഡ് യൂസേഴ്സ് വരാം, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ മോഡറേറ്റേഴ്സ് വരാമല്ലോ. ഇപ്പം ഇൻബിറ്റ് നമ്മുടെ പ്രൊജക്ടിന്റെ തന്നെ ഹൈറാർക്കി നോക്കി അഡ്മിൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മോഡറേറ്റർ ആയിരിക്കും. അപ്പൊ ഞാൻ മോഡറേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യുവാണ്. മോഡറേറ്റർ ആണെന്നുണ്ടെങ്കിൽ വെൽക്കം മോഡറേറ്റർ എന്ന് കൊടുക്കും കേട്ടോ. ഫൈനലി ഇത് രണ്ടും അല്ലാത്ത ഒരു എൻഡ് യൂസറാ വരുന്നതെന്ന് വിചാരിച്ചു. അപ്പം ഇവർ രണ്ടും അല്ല എന്നുണ്ടെങ്കിൽ ഫൈനലി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്ന പൈത്തോണിന്റെ സിന്റാക്സ് ഏകദേശം ഈ ഒരു ഫോർമാറ്റിലാണ് വരിക. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈഫിനെ എൻഡ് ചെയ്യാം. നമ്മൾ web.php പ്രീവിയസ് വീഡിയോയിൽ യൂസർ എന്ന് പറഞ്ഞ റൗട്ടിലല്ലേ ഇത് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ബ്രൗസറിൽ വന്നിട്ട് റിഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ നെയിമും അതുപോലെ തന്നെ നമ്മളിപ്പോൾ അഡ്മിൻ അല്ലേ പാസ് ചെയ്തത്. അപ്പൊ ഈഫൽസ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ അഡ്മിൻ പാസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അഡ്മിൻ എന്ന് വന്നു. ഇനി ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മോഡറേറ്റർ എന്ന് പറഞ്ഞു കൊടുക്കാം. ചെക്ക് ചെയ്യാലോ ഈഫൽസ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ. ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോഡറേറ്റർ ആയി. ഇനി നമുക്ക് ഇത് രണ്ടും അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു XXS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് ഈ രണ്ട് കണ്ടീഷനിലും കയറൂല. അപ്പൊ വെൽക്കം യൂസറായി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു
ഇങ്ങനെയാണ് നമ്മൾ ഇഫ് എൽസ് ഡയറക്റ്റീവ് സെറ്റ് ചെയ്യുന്നത്. അതായത് ഇഫോ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇഫ് എൽസ് മാത്രമോ ഇഫ് എൽസ് ഇഫോ നെസ്റ്റഡ് ഇഫോ ഇപ്പൊ എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ ഇഫ് എൽസ് കണ്ടീഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എന്താണ്, നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അതായത് ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഫോർ ഈസ് ലൂപ്പ്, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഇതും നമുക്ക് എന്ത് ചെയ്യുമ്പം നമ്മുടെ റിയൽ ടൈം സിനാരിയോ പറയുവാണെങ്കിൽ നിങ്ങൾ നേരത്തെ കണ്ട ഒരു ഇ കൊമേഴ്സിന്റെ സൈറ്റിൽ നിന്ന് എല്ലാ യൂസേഴ്സിനെയും ഫിക്സ് ചെയ്തിട്ട് ആ നമ്മൾ ഒരു അഡ്മിൻ ഡാഷ്ബോർഡ് ഉണ്ട്, ആ ഡാഷ്ബോർഡിൽ ലിസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഒരു ടെംപ്ലേറ്റ് ഫയലിൽ ഒരു ലൂപ്പ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ ലൂപ്പുകളും ഇവിടെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, ഈ ഒരു ടെംപ്ലേറ്റിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് ലൂപ്പ് ഏറ്റവും നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാവുന്ന, ഇപ്പം വേരിയബിൾസ് ഈ കൗണ്ടിങ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഫോർ ഈസ്റ്റിലേക്കൊന്നും പോകാറില്ലല്ലോ, ഫോർ ലൂപ്പ് അല്ല യൂസ് ചെയ്യുന്നത്. ആ ഫോർ ലൂപ്പ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ @ഫോർ ലൂപ്പ് കൊടുക്കുക. പിന്നെ സാധാരണ നമ്മൾ ലൂപ്പ് വേരിയബിളിനെ ചെയ്യുന്ന പോലെ തന്നെ ഇനിഷ്യലൈസ് ചെയ്യുക, കണ്ടീഷൻ കൊടുക്കുക. എനിക്കൊരു 10 നമ്പേഴ്സിനെ ആണ് അപ് ടു 10 വരെയാണ് ചെയ്യേണ്ടത്. 1 സ്റ്റാർട്ട് ചെയ്തിട്ട് >= 10 വരെ വേണം. പിന്നെ ഫൈനലി ഇൻക്രിമെന്റ് ചെയ്യാം. അഗൈൻ പി ടാഗിന്റെ ഉള്ളിൽ ലെസ് ദാൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഫൈനലി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈഫിന്റെ കേസിൽ ചെയ്ത പോലെ തന്നെ ഈ ലൂപ്പിനെ അതന്നെ ലൂപ്പിനെ എൻഡ് ചെയ്യുക. ഫോർ ലൂപ്പിനെ എൻഡ് ചെയ്യുക. ബ്രൗസറിൽ പോയിട്ട് റിഫ്രഷ് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടില്ലേ 1 to 10 വന്നു. ഇനി നമ്മുടെ ഒരു റിയൽ ടൈം സിനാരിയോ ഇങ്ങനെയല്ല വരിക. അതായത് ഇപ്പൊ നമ്മൾ യൂസർ കൺട്രോളേഴ്സിൽ നിന്ന് ഒരു അറേ പാസ് ചെയ്തിട്ടുണ്ട് അല്ലെ, യൂസറിന്റെ ഡീറ്റെയിൽസിന്റെ അറേ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൂടുതലും ഫോർ ലൂപ്പിനേക്കാളും കൂടുതൽ ഫോർ ഈസ് ലൂപ്പ് ആയിരിക്കൂലേ യൂസ് ചെയ്യുക. ടെംപ്ലേറ്റ്സിന്റെ ഒക്കെ കേസിൽ ഇങ്ങനെ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അഡ്മിൻ ഡാഷ്ബോർഡിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. ആ ഡ്രോപ്പ് ഡൗണിൽ ഈ ഒരു യൂസർ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഫോർ ഈച്ച് ലൂപ്പ് നമുക്ക് യൂസ് ചെയ്യാം. ഈ ഫോർ ലൂപ്പ് പോലെ തന്നെയാണ് @ഫോർ ഈച്ച്. ജാവാസ്ക്രിപ്റ്റില് സെയിം ഫോർ ഈച്ച് ലൂപ്പിന്റെ തന്നെ സിന്റാക്സ് ആണ് കേട്ടോ. ആ ഏതാണോ നമ്മുടെ യൂസേഴ്സ് പറഞ്ഞിട്ടുള്ള അരയിലല്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത്, അരേനെയും കൊടുക്കുക, ആസ് കൊടുക്കുക. PHP സെയിം ഫോർ ലൂപ്പ് തന്നെ. ഇത് ഓരോ യൂസറിനെ ആയിട്ട് അതിൽ നിന്ന് ഫെച്ച് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇത് വരാൻ വേണ്ടിയിട്ട് ഒരു ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ ഒരു സെലക്ട് ബോക്സിനാട്ടോ കൊടുക്കുന്നത്. സെലക്ട് ബോക്സിനെ കൊടുക്കുകയാണ്. ലൂപ്പിന്റെ എൻഡില് ബാക്കി പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ആ ഒരു ഫ്ലോയ്ക്ക് ഞാനിവിടെ കൊണ്ട് ബ്രേസ് ചെയ്തിട്ടാ. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഓപ്ഷനായിട്ട് ഇംപ്ലിമെന്റ് ഓരോ ഓപ്ഷനായിട്ട് നമുക്ക് ഇവിടെ അവിടെ നിന്ന് പാസ് ചെയ്ത് വരുന്ന എന്തൊക്കെ കാര്യങ്ങളാ, ഓരോ യൂസറിന്റെയും പേരും ഇമെയിൽ ID ആണല്ലേ പാസ് ചെയ്ത് വരുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഈ ഒരു ഓരോ യൂസർ അരയിന്നും നെയിമിനെ റീഡ് ചെയ്യുവാണ്. എന്നിട്ട് ഔട്ട്പുട്ട് റെൻഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഹൈഫൻ ഇട്ടിട്ട് സെയിം യൂസർ അരയുന്ന തന്നെ ഇമെയിലിനെയും കൂടെ റീഡ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ എൻഡ് ഫോർ ഈച്ച്. റിഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസറിന്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കണ്ടില്ലേ, ഡ്രോപ്പ് ഡൗൺ വന്നിട്ടുണ്ട്. നമുക്ക് ആ പേരും ഇമെയിൽ ID ഹൈഫൺ ഇട്ടിട്ട് വരുന്നുണ്ടോ. ഇതാണ് നിങ്ങളുടെ ഒരു യൂസ് കേസ് ആയിട്ട് വരിക. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം എക്സാമ്പിൾ ആയിട്ട് യൂസർ നെയിം മാത്രമായിരിക്കും, യൂസർ നെയിം വരും. ഇന്റേണലി നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിന്റെ ആട്രിബ്യൂട്ട് ആയിട്ട് വാല്യൂ ആയിട്ട് ചിലപ്പോൾ യൂസർ ID അതിൻ്റെ അകത്തുനിന്ന് പാസ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും. ഇതൊക്കെയാണ് ഒരു റിയൽ ടൈം സിനാരിയോയിൽ ലൂപ്സിന്റെ റിക്വയർമെന്റ് നിങ്ങൾ ബ്ലേഡിൽ വരിക കേട്ടോ. ഇനി നമ്മുടെ ഫൈനൽ ടോപ്പിലേക്ക് വരാം. നമ്മൾ ഫൈനലി പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ് വ്യൂവും കൂടെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നല്ലേ. അപ്പം സബ് വ്യൂ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
നമ്മളൊരു യൂസർ ഇന്റർഫേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ എല്ലാ യൂസർ ഇന്റർഫേസിലും കോമൺ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇതൊരു റിയൽ ആയിട്ടുള്ള യൂസറിന്റെ പേജ് ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു നാവിഗേഷൻ ബാർ, ഇപ്പൊ ഒരു റിയൽ ഇ കൊമേഴ്സ് സൈറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാവിഗേഷൻ ബാർ ഉണ്ടാവും. അവിടെ നിങ്ങൾ മെനുവിന് ക്ലിക്ക് ചെയ്യൂലേ. അതുപോലെ തന്നെ ഒരു ഫൂട്ടർ ഉണ്ടാവും. ഒരു വേണമെങ്കിൽ ചിലപ്പോൾ സൈഡിലായിരിക്കും ഒരു നാവിഗേഷൻ ബാർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾ യൂസർ ഇന്റർഫേസിനെ സ്പ്ലിറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ കോമ്പോണൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ റിയാക്ട് ഒക്കെ അറിയുന്നവർക്ക് കോമ്പോണന്റ് ബേസ്ഡ് ആർക്കിടെക്ചർ അറിയാം. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് റിയാക്ട് എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും ആവണ്ട, ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു സബ് വ്യൂ എന്ന് പറയുന്നത് അതിനെ നമ്മൾ പാർഷ്യൽ അല്ലെങ്കിൽ കോമ്പോണന്റ് വ്യൂ എന്നും കൂടെ പറയും. ഒരു സ്മോളർ റീയൂസബിൾ ആയിട്ടുള്ള ബ്ലേഡിന്റെ ടെംപ്ലേറ്റ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ ഒരു വ്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇത് നമ്മുടെ മെയിൻ വ്യൂ ആണെന്ന് വിചാരിച്ചു. ഇതിലേക്ക് നമ്മൾ കുറച്ച് കോമ്പോണൻസിന് അല്ലെങ്കിൽ എന്താ പറയാ സ്മോളർ ആയിട്ടുള്ള റീയൂസബിൾ ആയിട്ടുള്ള ടെംപ്ലേറ്റിനെ ആഡ് ചെയ്യുവാണ്. ഒരു ടെംപ്ലേറ്റ് നമ്മൾ ഈ പറഞ്ഞ നാവിഗേഷൻ ബാർ അല്ലെങ്കിൽ നമുക്ക് ഫൂട്ടറിനെ ആഡ് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ പ്രൊജക്റ്റിൽ ഒരു കോമൺ ആയിട്ട് ഒറ്റ ഫൂട്ടറേ ഉണ്ടാവുള്ളൂ. നമ്മൾ എല്ലാ പേജിലും ഇപ്പൊ എന്താ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പോലെ വെൽക്കം പേജിനും ഹോം പേജിനും പ്രൊഫൈൽ പേജിനും ഒക്കെ പോയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഫൂട്ടർ എഴുതേണ്ട ആവശ്യമില്ല. ഒരു കോമൺ ആയിട്ട് ഒരു സ്ഥലത്ത് ഒരു ഫോൾഡറിനകത്ത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്റെ ഇതിന്റെ അകത്ത് കോമൺ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഇപ്പൊ നൗബാർ ആണെങ്കിൽ നൗബാർ ഡോട്ട് ബ്ലേഡ് ഡോട്ട് PHP എന്ന് പറഞ്ഞിട്ടൊരു ഫയല് ക്രിയേറ്റ് ചെയ്ത നാവിഗേഷന്റെ എല്ലാം ഈ ഒരു ഫയലിൽ ഹാൻഡിൽ ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഈ ഒരു സബ് വ്യൂസിനെ നമ്മൾ ഇതിനാണ് സബ് വ്യൂ എന്ന് പറയുന്നത്. അത് നമ്മുടെ മെയിൻ വ്യൂവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ എന്റെ മെയിൻ അഡ്വാൻറ്റേജ് നമ്മൾ ഈ പറഞ്ഞ പോലെ റിയൂസബിലിറ്റി ആണ്. കാരണം ഒരു പ്രാവശ്യം എഴുതിയാൽ മതി, ബാക്കി എല്ലാ കോമ്പോണൻസിനും ആവശ്യമുള്ള എല്ലാ കോമ്പോണൻസിലേക്കും റിയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മെയിൻറ്റൈനബിലിറ്റി ആണ്. അതായത് ഇപ്പൊ ഇൻ കേസ് ഈ ഒരു ഫൂട്ടറിൽ ഒരു നാവിഗേഷൻ ബാറിൽ നമ്മളൊരു കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, സ്റ്റൈല് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് മെറൂൺ ആണ്, നമുക്ക് അതിൽ നിന്നൊരു നേവി ബ്ലൂയിലേക്ക് ചേഞ്ച് ചെയ്യണം. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എല്ലാ പേജിലും സ്പെസിഫിക് ആയിട്ട് നൗബാർ ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും പോയി ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല അല്ലെ. സോ ഒരു സിംഗിൾ പ്ലേസിൽ ചേഞ്ച് ചെയ്യുമ്പോൾ എല്ലായിടത്തും അപ്ഡേറ്റ് ചെയ്ത് നടക്കണം. അപ്പൊ അതിനെന്ത് ചെയ്യുക, ഒരു സിംഗിൾ ടെംപ്ലേറ്റ് അതിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബെറ്റർ ഓപ്ഷൻ. അപ്പൊ മെയിൻറ്റൈനബിലിറ്റി ആണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. മൂന്നാമത്തത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓർഗനൈസേഷൻ ആണ്. അതായത് ഒരു സിംഗിൾ പ്ലേസിലാണ് ഇതുപോലെ കോമൺ തിങ്സ് നമ്മൾ സെപ്പറേറ്റ് ഫയൽസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓർഗനൈസ്ഡ് ആയിരിക്കും. കോമൺ റിസോഴ്സസിനെല്ലാം ഇവിടെ വന്ന് നമുക്ക് വ്യൂ ചെയ്യും, മോഡിഫൈ ചെയ്യും ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഫൈനലി മോഡുലാരിറ്റി ആണ്. അതായത് നമ്മൾ ഈ കാണുന്ന എന്തെങ്കിലും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പേജിനെ നമ്മൾക്ക് എല്ലാം കൂടെ ഒറ്റ പേജിൽ എഴുതി അതിനെ കോംപ്ലക്സ് ആക്കുന്നതിന് പകരം സെപ്പറേറ്റ് കോമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, അത് റീയൂസും ചെയ്യാം. അതുപോലെ തന്നെ റീഡബിലിറ്റിയും ഇൻക്രീസ് ചെയ്യും. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. യൂസ് കേസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. നാവിഗേഷൻ ബാർസിന് വേണ്ടിയിട്ട്, ഫൂട്ടേഴ്സിന് വേണ്ടിയിട്ട്, പ്രൊഡക്ട്സിന്റെ കാർട്ടിന് വേണ്ടിയിട്ട്, യൂസർ പ്രൊഫൈലിന്റെ സെക്ഷന് വേണ്ടിയിട്ട്, ഫോം ഫീൽഡ്സിന് വേണ്ടിയിട്ട്, ഫോം ഫീൽഡും അലേർട്ട് മെസ്സേജസ് ഒക്കെ നമ്മൾ ഇനി പഠിക്കും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സബ് യൂസിന് ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്പ് ഉണ്ട് കേട്ടോ. ഒന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇൻക്ലൂഡ്സ് ആണ് പറയാൻ പോകുന്നത്. പിന്നെ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന കോമ്പോണൻസ് ആണെങ്കിലും സ്ലോട്ട്സ് ആൻഡ് നെയിംഡ് സ്ലോട്ട്സ്, ഡൈനാമിക് കോമ്പോണൻസ് ഒക്കെ ഉണ്ട്. അത്രയും അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. നമ്മൾ ഇന്നൊരു സിമ്പിൾ ആയിട്ടുള്ളതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള ഒരു സ്റ്റാറ്റിക് നാവിഗേഷൻ ബാറിന്റെ കണ്ടന്റ് ഇതിലേക്കൊന്ന് പേസ്റ്റ് ചെയ്യാൻ ഒന്നുമില്ല. ഇതിനകത്തൊരു ഹോം, പ്രോഡക്റ്റ്, അബൌട്ട്, ഡാഷ്ബോർഡ് എന്നൊക്കെ പറഞ്ഞ ഒരു കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള എലൈറ്റ് ആകും ഒരു മെനു എന്ന് വെച്ചാൽ ഞാൻ സ്റ്റൈലും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, ജസ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. ഇനി നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു പേജിൽ ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്റ്റീവ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ അകത്ത് നിങ്ങൾ നിങ്ങളുടെ സബ് വ്യൂവിന്റെ നെയിം കൊടുക്കുക സിംഗിൾ കോഡ്സിനകത്ത്. ഇപ്പൊ നമ്മുടെ കേസിൽ ഫോൾഡറിന്റെ അകത്ത്, കോമൺ ഫോൾഡറിന്റെ അകത്തായതുകൊണ്ട് ഞാൻ ഫോൾഡർ നെയിം ഞാൻ ഡോട്ട് സിൻടാക്സ് പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. വ്യൂ ലോഡ് ചെയ്യുമ്പോൾ ഇത് ഫോൾഡറിന്റെ അകത്താണെങ്കിൽ നമ്മൾ സാധാരണ ഡയറക്ടറി സ്ട്രക്ചർ ചെയ്യുന്ന പോലെ സ്ലാഷ് അല്ല, ഇവിടെ ഡോട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ കൂടെ തന്നെ അത് ഞാൻ നെക്സ്റ്റ് പറയാം കേട്ടോ. നമ്മൾ ജസ്റ്റ് ആഡ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നിങ്ങൾക്ക് കോഡിനെ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള സിൻടാക്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചാൽ കമന്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മുടെ ഫോർ ലൂപ്പ് കുറെ സ്പേസ് എടുക്കുന്നുണ്ട്. സോ ഞാൻ ഈ ഫോർ ലൂപ്പിനെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. റിഫ്രഷ് ചെയ്യാം. ഇവിടെ കണ്ടോ, ആ ഒരു സബ് വ്യൂ നമ്മുടെ ഈ ഒരു മെയിൻ വ്യൂയിലേക്ക് ലോഡ് ചെയ്തു. നിങ്ങൾ ഈ മെനുവിന്റെ ഭംഗിയൊന്നും നോക്കണ്ട, ഞാൻ ജസ്റ്റ്
സ്റ്റഡി ലേണിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്തതായതുകൊണ്ടാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഡാറ്റാസ് ഈ ഒരു സബ് വ്യൂസിലേക്ക് ഡെഫിനറ്റ് ആയിട്ടും പാസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഈ ഒരു യൂസർ നെയിം നമ്മുടെ ഒരു നാവിഗേഷൻ ബാറിൽ കാണിക്കണം എന്ന് വിചാരിച്ചു. അത് നമ്മൾ എങ്ങനെയാണോ ഈ കൺട്രോളേഴ്സിലും അതുപോലെ തന്നെ വെബിലൊക്കെ ഡാറ്റ സെക്കൻഡ് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്തത്, അതേപോലെ തന്നെ അറേസ് ആയിട്ടോ ഒബ്ജക്ട്സ് ആയിട്ടോ ഒക്കെ പാസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു അറേ ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. പാസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ പേജിലേക്ക് നെയിം വരുന്നുണ്ടല്ലോ, അപ്പൊ ഒരു കീ വാല്യൂ പെയർ അസോസിയേറ്റീവ് അറേ ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. കീ വാല്യൂ പെയർ ആയിട്ട് എൻ്റെ ആ ഒരു നെയിമിനെ പാസ് ചെയ്യുവാണ്. റിസീവ് ചെയ്യുന്നത് സാധാരണ നമ്മൾ വേരിയബിൾസിനെ റിസീവ് ചെയ്യുന്ന പോലെ നമുക്കിവിടെ ഒരു LI ടാഗ് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ അകത്തൊരു ആങ്കർ ടാഗ് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, നെയിമിനെ റിസീവ് ചെയ്യാം. റിഫ്രഷ് ചെയ്താ അര ഇവിടെ ക്ലോസ് ആയിപ്പോയി. ഇപ്പൊ കണ്ടില്ല, ഇങ്ങനെയാണ് സബ് വ്യൂസിലേക്ക് നമ്മൾ ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ജസ്റ്റ് ഡെഫിനറ്റ് ആയിട്ടും ചെയ്തു നോക്കണം. അങ്ങനെയാകുമ്പോഴേ ഈ സിന്റാക്സ് ഒക്കെ നിങ്ങൾക്ക് തറവാവുള്ളൂ. എസ്പെഷ്യലി ഈ ഡയറക്റ്റീവ്സിന്റെ ആണെങ്കിലും അതുപോലെ തന്നെ ഈ സബ് വ്യൂസിന്റെ ആണെങ്കിലും ഒക്കെ